നമസ്കാരം. പ്രധാന ആരോഗ്യ വാർത്തകൾ. ആർത്തവ സമയത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് ഗവേഷകർ. ലൈംഗിക രോഗമായ ഗണോറിയയ്ക്കെതിരെ വാക്സിനുമായി ലോകാരോഗ്യ സംഘടന. കോഫിയുടെ അമിതോപയോഗം ആയുർദൈർഘ്യം കൂട്ടുമെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന പഠനങ്ങൾ. ആർത്തവ സമയത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് പഠനം. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ബ്രിഗാഡ് ലീനേഴ്സിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. 2 ആർത്തവ ചക്രത്തിൽ ബൌദ്ധികമായ അറിവിന്റെ 3 വശങ്ങൾ പരിശോധിക്കപ്പെട്ടു. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നീ 3 ഹോർമോണുകളുടെയും അളവ് വർക്കിംഗ് മെമ്മറിയിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്ന് കണ്ടു. ബൌദ്ധികമായ പക്ഷപാതം, 2 കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കൊടുക്കാനുള്ള കഴിവ് എന്നിവയെ സ്വാധീനിക്കാനും ഇവയ്ക്ക് കഴിയില്ലെന്ന് കണ്ടു. 68ഓളം സ്ത്രീകളിലാണ് നിരീക്ഷണം നടത്തിയത്. ആർത്തവചക്രത്തിന്റെ 3 ഘട്ടങ്ങളിൽ അവരുടെ ബൌദ്ധിക പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന മാറ്റം വിശദമായി നിരീക്ഷിക്കപ്പെട്ടു. ഫ്രണ്ടിയേഴ്സ് ഇൻ ബിഹേവിയറൽ ന്യൂറോ സയൻസ് എന്ന ജേർണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലൈംഗിക രോഗമായ ഗണോറിയയ്ക്കെതിരെ വാക്സിനുമായി ലോകാരോഗ്യ സംഘടന. ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന തരത്തിൽ ഗണോറിയ വൈറസുകൾ പ്രതിരോധശേഷി നേടിയ സാഹചര്യത്തിലാണ് പുതിയ മരുന്ന് കണ്ടെത്തിയത്. 15,000-ഓളം വരുന്ന ചെറുപ്പക്കാരിൽ നടത്തിയ നിരീക്ഷണത്തിൽ രോഗം പടരുന്നത് 1/3 തടയാൻ സാധിച്ചതായി കണ്ടെത്തി. പ്രതിവർഷം 7,80,00,000 പേർക്കാണ് ഗണോറിയ രോഗം സ്ഥിരീകരിക്കുന്നത്. വന്ധ്യതയിലേക്ക് നയിക്കുന്ന ഒരു ലൈംഗിക രോഗമാണ് ഇത്. ലാൻസെറ്റ് ജേർണലിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ. ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ പോസ്റ്റ് മാസീവ് വെയ്റ്റ് ലോസ് ബോഡി കോൺടൂർ കറക്ഷൻ എന്ന് പറയുന്നത്? സാധാരണ ഒരു അമിതവണ്ണമുള്ള ഒരാൾക്ക് ഭാരം കുറയണമെങ്കിൽ ആഹാരം കുറയ്ക്കാം, നന്നായിട്ട് എക്സസൈസ് ചെയ്യാം, അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ബാരിയാട്രിക് സർജറി എന്നുള്ള ശസ്ത്രക്രിയയിലൂടെ വെയിറ്റ് നന്നായിട്ട് കുറയും. പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെയധികം വെയിറ്റ് കുറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അവരുടെ തൊലിക്ക് ആവശ്യത്തിനുള്ള എലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല, ചുരുങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാരെ തൊലി മാതിരി അവരുടെ തൊലിയും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. ഇതിനാണ് പോസ്റ്റ് ബാരിയാട്രിക് സർജറി അല്ല പോസ്റ്റ് മാസീവ് വെയ്റ്റ് ലോസ് ബോഡി കോൺടൂർ കറക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ ഇത് പ്രധാനമായും ബാധിക്കപ്പെടുന്നു? നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുന്ന സമയത്ത് 2 കൈകളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചിൻ്റെ ഭാഗം, ആണുങ്ങൾക്ക് മാറിൻ്റെ ഭാഗം വരാറുണ്ട്, സ്ത്രീകൾക്ക് മാറിൻ്റെ ഭാഗം വളരെ ലൂസായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഇതും വരാറുണ്ട്. പിന്നെ നമ്മുടെ പുറം ഭാഗം, വയറിൻ്റെ ഭാഗം, തുടയുടെ ഉൾഭാഗവും പുറം ഭാഗവും, ഇത്രയും ഭാഗങ്ങളാണ് സാധാരണയായിട്ട് ഇത് എഫക്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് ബട്ടക്സ്, പുറം വശവും വളരെ ലൂസായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. അതും ശരിക്കും കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതിനെ നമ്മൾ പലപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, ഏതൊക്കെ തരം ആളുകൾക്കാണ് ഈ ശസ്ത്രക്രിയ ഏറ്റവും ഉചിതമായിട്ടുള്ളത്? സാധാരണ വേറെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ആൾക്കാർ ഏതൊരു സർജറിയും മതി, ഇതിനും വളരെ ആപ്റ്റ് ആൾക്കാരാണ്. പുകവലി നല്ലൊരു ട്രെൻഡല്ല, പുകവലി ഏത് സർജറിക്കും നല്ലൊരു കാൻഡിഡേറ്റ് അല്ല. പിന്നെ വളരെയധികം ലൂസായിട്ടുള്ള തൊലിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഭംഗിയുള്ള റിസൾട്ട്സ് അവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. സാധാരണ ഈ ബാരിയാട്രിക് സർജറിക്ക് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു സർജറി നടത്താൻ സാധിക്കുന്നത്? നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടൈം ഫ്രെയിം പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് 18 മാസം എന്നാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം സ്റ്റേബിൾ വെയിറ്റ് കുറയാണ്ടിരിക്കുന്ന ഒരു 3 മാസം അറ്റ്ലീസ്റ്റ് വേണം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാരിയാട്രിക് സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻ കണ്ടൻസ് ഒക്കെ മെല്ലെ കുറഞ്ഞു വരും. ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസും കാര്യം വരും, കുറേ ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അത് കുറച്ച് നാൾ കൊണ്ട് അതെല്ലാം പിക്കപ്പ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് വരും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റ്ലീസ്റ്റ് 1 വർഷം നമ്മൾ കാത്തു നിൽക്കുന്നത്. നമ്മൾ ഐഡിയലി 18 മാസമാണ്, 1.5 വർഷമാണ് നമ്മൾ കാത്തു നിൽക്കേണ്ടത്. എല്ലാ ഭാഗവും ഒരുമിച്ചാണോ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്, അതോ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവം ആദ്യം പിന്നീട് അടുത്തത്, ആ രീതിയിലാണോ ഇത് ചെയ്യാൻ സാധിക്കാറ്? എല്ലാ ഓരോ ആൾക്കാർക്കും ഓരോ മാതിരിയായിരിക്കും. ചില ആൾക്കാർക്ക് കൂടുതൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് മെയിൻലി അടിഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം പാർട്സ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ആ ആൾക്ക് എത്രമാത്രം ശസ്ത്രക്രിയ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, സേഫായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. സാധാരണഗതിയിൽ ശസ്ത്രക്രിയ 6 മണിക്കൂറിനെക്കാട്ടും കൂടുതൽ നീണ്ടു പോകാത്ത രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. പിന്നെ അവരുടെ ഒപ്പീനിയൻസ് നമ്മളെടുക്കും. ചില ആൾക്കാർക്ക്, ഇപ്പോൾ ആണുങ്ങൾക്ക് അവരുടെ മാറ് തൂങ്ങിക്കിടക്കുന്ന മാറ് മെൻ്റലി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ അതായിരിക്കും ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് വയറിൻ്റെ ഭാഗമാണ് കൂടുതൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ അവരുടെ കേസിൽ അതായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കേസ് ടു കേസ് വ്യത്യാസങ്ങളുണ്ടാവാം. ഡോക്ടർ ദയവായി ലൈവിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. പോസ്റ്റ് മാസീവ് വെയ്റ്റ് ലോസ്, ബോഡി കോണ്ടോ കറക്ഷൻ, ഇതേക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരീര സൗന്ദര്യം, വേണ്ടാത്ത ശരീരഭാഗങ്ങളിലെ കൊഴുപ്പും നീക്കം ചെയ്തതിന് ശേഷം ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുക, ഇതേക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, ശരീരഭാഗങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കൃത്യമായി നമുക്ക് അളക്കാൻ സാധിക്കുന്നത്? ഇപ്പം കൈ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മളിപ്പോൾ കൈയിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈയിനെ പലപ്പോഴും നമ്മളുടെ എക്സ്ട്രാ ഉള്ള തൊലീനെ നമ്മൾ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാറുണ്ട്. ചില സമയത്ത് കൊഴുപ്പ് നീക്കുന്ന ലൈപ്പോസക്ഷനും അതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. എന്നിട്ട് മാക്സിമം തൊലീനെ നമ്മളെടുത്ത് മാറ്റും. കൈയിനെ ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിൻ്റെ സൈഡ് വശം കൂടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഒരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടാവുള്ളൂ. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സാധാരണ ബ്രേസറൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ഭാഗങ്ങൾ പുറത്തോട്ട് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ വയറിൻ്റെ കാര്യം വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഫ്രണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ആൾക്കാർക്ക് വയറിൻ്റെ പിൻവശത്തും നമ്മൾക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അത് രണ്ടും ചിലപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾക്ക് വേറെ ടൈപ്പ് സർജറിയാണ്, സ്ത്രീകൾക്ക് വേറെ ടൈപ്പ് സർജറിയാണ്. സ്ത്രീകൾക്ക് ആ ഒരു സ്ത്രീത്വം, ആ ഒരു ഫെമിനിറ്റി, ആ ഒരു ഭംഗി വരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ഇൻസിഷൻ കുറച്ചും കൂടി ഉയരത്തിൽ വന്ന് വേസ്റ്റൊക്കെ നന്നായിട്ട് ഉള്ളോട്ട് പോയി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ആണുങ്ങൾ ആ രീതിയിലല്ല, കുറച്ചും കൂടി താഴ്ത്തോട്ടായിട്ട് ഇൻസിഷൻ വെച്ചിട്ടാണ് ആണുങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ബട്ടക്സ്, പിൻവശത്ത് ചിലപ്പോൾ അത് തൂങ്ങിയിട്ട് അതിനകത്ത് വോളിയം ഉണ്ടാവില്ല. ബട്ടക്സ് കാണണമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഭംഗിയിൽ നിൽക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് വോളിയം വേണം. അത് ആ തൂങ്ങിയിരിക്കുന്ന സാധനങ്ങൾക്ക് മുകളിലോട്ട് കറക്റ്റ് പൊസിഷനിലോട്ട് വേണം. അപ്പോൾ അതിന് നമ്മൾ ശസ്ത്രക്രിയ വെച്ചിട്ട് സ്കിൻ ടൈറ്റനിങ് വെച്ചിട്ട് അതിന് പൊസിഷൻ വരും. പിന്നെ വോളിയം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തന്നെ കൊഴുപ്പ് ഉപയോഗിച്ച് ഫ്ലാപ്പായിട്ട് എടുത്ത് അതിനകത്തോട്ട് വെച്ച് ആ ഒരു നല്ലൊരു ഷേപ്പും കൂടി നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. സാധാരണ വയറ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള ആൾക്കാരുടെ തുടയുടെ സൈഡ് വശം ചെയ്യാറുണ്ട്, ലാറ്ററൽ സൈഡ്. അതും കൂടി അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവിടെ തുടയുടെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന തൊലിയെല്ലാം വലിഞ്ഞ് മേളിലോട്ട് വന്ന് കറക്റ്റായിട്ടൊരു പൊസിഷനിൽ വന്ന് നിൽക്കും. തുടയുടെ ഉൾഭാഗം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വേറൊരു പ്രാവശ്യമായിട്ട് തുടയുടെ ഉൾഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അവിടെയും കുറേ ലൂസ് സ്കിൻസ് ഉണ്ടായിരിക്കും, പല ഫോൾഡായിട്ട് ഉണ്ടായിരിക്കും. ഇതെല്ലാം മാറ്റണം എന്ന് വെച്ചാൽ അത് പിന്നീട് വേറൊരു ശസ്ത്രക്രിയയിലായിരിക്കും നമ്മൾ ചെയ്യാറുള്ളത്. ഇതൊക്കെയാണ് സാധാരണ ചെയ്തു വരുന്ന ശസ്ത്രക്രിയകൾ. ഓക്കെ, ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം എത്ര നാളുകൾ കഴിഞ്ഞിട്ട് നമുക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും? സാധാരണഗതിയിൽ ഒരു 3 ആഴ്ചയാകുമ്പോഴേക്കും നമ്മുടെ 80% വീക്കവും കാര്യങ്ങളൊക്കെ പോകും. നടക്കുന്നത് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്, ഇന്നിപ്പോൾ ശസ്ത്രക്രിയ കഴിയുകയെന്ന് വെച്ചാൽ നാളെ രാവിലെ മുതൽക്ക് അറ്റ്ലീസ്റ്റ് ആൾ നടന്നു തുടങ്ങണം.
പണ്ട് എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും പേടിയെന്ന് വെച്ചാൽ ഒന്ന് വേദന ഉള്ള സമയത്ത് അവർക്ക് വേദന ഉണ്ടാവും, അപ്പം നടക്കില്ല. നടക്കാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, നമ്മുടെ വെയിൻസിനകത്ത്, ഞരമ്പുകളുടെ അകത്ത് രക്തം കട്ട പിടിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിയുന്നത് നേരത്തെ നമ്മൾ ഇവരെ കൊണ്ട് നടത്താൻ ശ്രമിക്കും. അപ്പോൾ അത് നേരത്തെ തന്നെ മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകലും, ബെഡിൻ്റെ ചുറ്റും നടക്കലും, പുറത്തോട്ട് നടക്കാനൊക്കെ ആദ്യത്തെ ദിവസം മുതൽക്ക് തന്നെ നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അവർ യൂഷ്വലി ഹോസ്പിറ്റലിൽ ഒരു 4-5 ദിവസം ചിലപ്പോൾ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ ട്യൂബ് ഇടും, നീര് പുറത്തോട്ട് വരാൻ വേണ്ടി ട്യൂബ് ഇടും. ആ ട്യൂബ് 30 ml താഴെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കൽ. ചില സമയത്ത് അതല്ലാണ്ട് അപ്പം നേരത്തെ പോകണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ട്യൂബോട് കൂടിയും ചിലപ്പോൾ വിടാറുണ്ട്. യൂഷ്വലി ഒരു 3 ആഴ്ചയാകുമ്പോഴേക്കും 80% വീക്കമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം അവർക്ക് അവരുടെ ജോലിയൊക്കെ ചെയ്യാൻ പ്രോബ്ലി ഒരു 10 ദിവസം കൊണ്ട് അവർ തിരിച്ച് ജോലി ചെയ്യാനൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ഫൈനൽ റിസൾട്ട്, ഇതെല്ലാം ചുരുങ്ങി വന്ന ഏറ്റവും ഫൈനൽ റിസൾട്ട് 3 മാസം ആകുമ്പോഴാണ് കാണാറുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണഫലം എത്ര നാൾ നിലനിൽക്കും? അതായത് നമ്മളുടെ തൊലി എത്ര നാൾ അങ്ങനെ ലൂസാവാണ്ട് നിൽക്കുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ വെയിറ്റ്, അതൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ ഭാരം കൂടുന്നില്ല എന്ന് വെച്ചാൽ ഇത് കൂടുതൽ നാൾ നിൽക്കും. ഒരിക്കൽ നമ്മൾ ഈ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയി, ഇപ്പോൾ നമ്മൾ അതിനകത്ത് കഷ്ടി രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയും നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യം കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെന്ന് വെച്ചാൽ എത്ര നാളത് ചെയ്യുന്നു അത്ര നാളത് ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം പക്ഷേ എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നോർമൽ ഏജിങ് പ്രോസസ്സും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതേ സമയത്ത് നമ്മളുടെ വെയിറ്റ് ഗെയിൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക വെച്ചാൽ ഇത് കുറേ നാൾ ഇതേമാതിരി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, എസ്പെഷ്യലി ചെറുപ്പക്കാരാണെന്ന് വെച്ചാൽ. ഓക്കെ, ഈ സർജറിക്ക് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? ഇതിനകത്ത് വരുന്ന പല ആൾക്കാരും ഭയങ്കര അമിതവണ്ണം ഉണ്ടായിരുന്ന സമയത്ത് പല ആൾക്കാർക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് പല ആൾക്കാർക്കും ബാരിയാട്രിക് സർജറി കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പ്രഷറും ഷുഗറും എല്ലാം പോകും. പക്ഷെ ചില ആൾക്കാർ ചിലപ്പോൾ പിന്നെയും ഷുഗറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഷുഗറുള്ളൊരു പേഷ്യൻറ്റ്, എസ്പെഷ്യലി മൂപ്പര് പുകവലിക്കുന്നൊക്കെ ആളാണെന്ന് വെച്ചാൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് സാധാരണ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നീര് അകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ വരികയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു സൂചി ഇട്ടിട്ട് ആ നീര് പുറത്തോട്ട് എടുക്കേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാന്ന് വെച്ചാൽ വലിയ റിസ്കുകൾ ഇല്ലാത്ത ഒരു ശസ്ത്രക്രിയയാണ് ഇത് എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിത് ടൈറ്റനിങ് പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുന്നത്. പക്ഷേ തൊലി ഒരു എലാസ്റ്റിക് ടിഷ്യൂ ആണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊരു സർജറി കഴിഞ്ഞിട്ട് പ്രോബ്ലം ഒരു 1-2 ദിവസം ആകുമ്പോഴേക്കും കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പം നമ്മൾ എക്സ്ട്രാ ടൈറ്റൻ ചെയ്തു വെച്ചാലും അത് കുറച്ചൊരു ലൂസനിങ് നടക്കുന്നുണ്ടാവും. രണ്ടാമത്തത്, നമ്മൾ ഈ ടൈറ്റൻ ചെയ്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ ആ ഇൻസിഷൻ സ്കാർ, ഒരു പാട് കുറച്ച് വീതിയായി വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരികയെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടോ അല്ല 6 മാസം കഴിഞ്ഞിട്ട് സ്കാറിനെ വേണേൽ നമുക്ക് മാറ്റി ഒരു ഒറ്റ സിംഗിൾ ലൈൻ സ്കാർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ശ്രമങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത. ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഈ പല ശരീരഭാഗങ്ങളുടെ ശസ്ത്രക്രിയ ഒരുമിച്ച് നടത്താനായിട്ട് സാധിക്കുമോ? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സർജറീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അപ്പർ ബോഡി ലിഫ്റ്റ്, അപ്പോൾ അതായത് നമ്മൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിലെ എല്ലാ ശസ്ത്രക്രിയകളും ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ അപ്പർ ബോഡി ലിഫ്റ്റ് നമ്മൾ പറയും, മാറിൻ്റെ, സ്ത്രീകളോ പുരുഷന്മാരോ അവരുടെ മാറിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും, കയ്യിൻ്റെ അമിതവണ്ണം കുറയ്ക്കും, ശരീരത്തിൻ്റെ ചെസ്റ്റിൻ്റെ സൈഡ് ഭാഗം അതിൻ്റെ കൂടെ കുറയ്ക്കും, അതിൻ്റെ കൂടെ വേണം ബാക്കിൽ കുറച്ച് ലൈപ്പോസെക്ഷനൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിവയർ, പുറം, ബട്ടക്സ്, തുടയുടെ സൈഡ് ഭാഗം, ഇതെല്ലാം വേണേൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 6 മണിക്കൂർ മാക്സിമം ഓപ്പറേഷൻ ടൈം ഇതാക്കുക, സേഫ് ആവുക. ഇതൊക്കെ എന്ന് വെച്ചാൽ
ജസ്റ്റ് സേഫ്റ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പലപ്പോഴും കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാറുള്ളത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരഭാരത്തിൽ കുറവുണ്ടാകുമോ? തീർച്ചയായിട്ടും കുറയില്ലേ. നമ്മൾ കുറേ സാധനം എടുത്ത് മാറ്റി കളയുന്ന സമയത്ത് അതിൻ്റെ തൂക്കം കുറയില്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമ്മൾ ലൈപ്പോസെക്ഷനും കമ്പൈൻ ചെയ്യും. ലൈപ്പോസെക്ഷൻ ശരിക്കും പറഞ്ഞു വെച്ചാൽ അധികം തൂക്കം കുറയില്ല എന്ന് വെച്ചാൽ അത് കുറച്ച് കുറയും കൂടി ചെയ്യും. പക്ഷേ ഈ ശസ്ത്രക്രിയ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയല്ല. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ ബോഡിയുടെ ഷേപ്പ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയാണ്. പക്ഷേ അതിൻ്റെ ഒരു കൂടെ വരുന്ന ഒരു ആഡഡ് ബെനിഫിറ്റാണ് അഡീഷണൽ വെയിറ്റ് ലോസ് വരുന്നത്. ഓക്കെ, വീണ്ടും ഭാവിയിൽ ഇതുപോലെ തൊലി ഇങ്ങനെ തൂങ്ങുന്ന ഒരവസ്ഥ വന്നാൽ വീണ്ടും ഒരു ശസ്ത്രക്രിയ ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അങ്ങനെ തൊലി തൂങ്ങി വരുന്നത് സാധാരണ നമ്മൾ കാണുന്നത് 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരിലാണ് കാണുന്നത്. രണ്ടാമത്തത് ഈ വളരെയധികം വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. ഇപ്പം നമ്മൾ 50 കിലോ കുറഞ്ഞു, 60 കിലോ കുറഞ്ഞു, ചില ആൾക്കാർ 100 കിലോ വരെയൊക്കെ കുറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെയും നമ്മൾ ഒരിക്കൽ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞു വെച്ചാലും ചിലപ്പോൾ പിന്നെയും കുറച്ച് അവർ ലൂസാവെന്ന് കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നിർബന്ധം പറഞ്ഞ് അവർ നേരത്തെ ശസ്ത്രക്രിയ ചെയ്യും. ഇപ്പോൾ 1 വർഷം ആകുമ്പോഴേക്കും അവർ ചിലപ്പോൾ പറയാം ചെസ്റ്റ് എനിക്ക് എങ്ങനെയെങ്കിലും അത് എടുത്തു തരണം, കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്, എനിക്ക് വിഷമമാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അതിൻ്റെ ഇത് മാറ്റി കൊടുക്കും. പക്ഷേ ആൾക്ക് പിന്നീടും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ചെയ്ത ശസ്ത്രക്രിയയിൽ വീണ്ടും കുറച്ച് ലൂസ്നെസ് വരും. ലൂസ്നെസ് വന്നു വെച്ചാലും അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് വീണ്ടും പക്ഷേ അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരിക്കൽ കറക്റ്റ് ചെയ്ത് ഒരു സ്റ്റേബിളായിട്ട് പ്രോബ്ലം 1 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞു വെച്ചാൽ പിന്നെ അതേമാതിരി തന്നെ പോകും. പിന്നെ അത് അങ്ങനെ അഡീഷണലി ഭയങ്കര വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് വന്നാൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ, അല്ലാതെ അങ്ങനെ കാണാറില്ല. ഓക്കെ, ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ളൊരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗർഭധാരണം എത്രത്തോളം സാധ്യമാണ്? തീർച്ചയായിട്ടും ഗർഭം ധരിക്കാം. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു സ്ത്രീയും ഗർഭം ധരിക്കുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് വെയിറ്റ് കൂടും. പ്രോബ്ലം ഒരു 15 കിലോ അല്ലെങ്കിൽ 20 കിലോ വെയിറ്റ് കൂടും. അപ്പോൾ ആ ഒരു പ്രോബ്ലം വീണ്ടും നമുക്ക് വരികയാണ്. അതിനകത്ത് കുറേ തൊലിയെല്ലാം കുറേ ചുരുങ്ങി വരും. പക്ഷേ ചിലപ്പോൾ കുറച്ച് തൊലി തൂങ്ങി ലൂസായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ചില സമയത്ത് അതല്ലാണ്ടും വരാറുണ്ട്. വളരെ ചെറുപ്പക്കാരും ഇപ്പോൾ പലപ്പോഴും തടി കാരണം കല്യാണം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബാരിയട്രി സർജറി ചെയ്യും. അതിനുശേഷം പിന്നെ ഈ ബോഡി കോൺടൂറിങ് സർജറീസ് ഒക്കെ ചെയ്യും. അപ്പോൾ ആ ആൾക്കാർക്ക് നമുക്കിതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ ഈ സർജറീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗർഭം ഉണ്ടാവാൻ പറ്റില്ല അല്ലെങ്കിൽ ഗർഭിണി ആകാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഗർഭമെല്ലാം നോർമലി അത് ചെയ്യും. നമ്മളുടെ മസിൽ ടൈറ്റനിങ് ഒക്കെ ചെയ്തു എന്ന് വെച്ചാൽ പോലും മസിൽസിൻ്റെ നമ്മളുടെ ഹോർമോൺസ് കാരണം മസിൽസിൻ്റെ സൈഡ് ഭാഗം, നമ്മളെ തയ്ച്ചതിൻ്റെ സൈഡ് ഭാഗം എല്ലാം നോർമലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് നോർമൽ ഡെലിവറി ഉണ്ടാവും. ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ചെലവിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ ശസ്ത്രക്രിയ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുന്നത് ടൈമാണ്. നമ്മൾ നോക്കുന്നത് എത്ര ടൈം എടുക്കുന്നു, എത്ര സർജറീസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു ചിലവിൻ്റെ ഒരു ക്വാണ്ടം വരുന്നത്. അപ്പം കൂടുതൽ ടൈം എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും നൂലുകളും എല്ലാം കുറച്ചും കൂടി നല്ല ടൈപ്പ് നൂലുകളൊക്കെ ആയിരിക്കും. കൂടുതൽ നാൾ നിൽക്കുന്ന ടൈപ്പ് നൂലുകളാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് നൂല് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 3 ആഴ്ചയായിരിക്കും അതിൻ്റെ ശക്തി ഉണ്ടാവുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ 6 മാസം വരെ ശക്തി ഉള്ള ടൈപ്പ് നൂലുകളാണ് ഇത് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വലിഞ്ഞു വരാനൊക്കെ സാധ്യത കൂടുമെന്ന്. അപ്പോൾ അത് കാരണം ക്വാളിറ്റി ഓഫ് സർജറീസ് നല്ലതായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടി സാധാരണ സർജറി ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ക്വാളിറ്റിയിൽ വേണം നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടി. കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാച്ചുറലി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ബഡ്ജറ്റിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അത് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് എവിടെയാണ് നമുക്ക് കോസ്റ്റ് കട്ടിങ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ ശസ്ത്രക്രിയയ്ക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകാറുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് വിദേശത്ത് ഇതെല്ലാം കവേർഡാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് കവേർഡ് അല്ല. എന്നുവെച്ചാൽ ഇത് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ് ഇത് കവർ ചെയ്യുന്നില്ല. പുറത്തൊക്കെ
ഒബീസിറ്റി ഒരു അസുഖമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഇതെല്ലാം കവേർഡാണ്. ഇന്ത്യയിൽ ഇത് കവേർഡല്ല. ഓക്കെ, ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ, ഇതേക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റിക്കൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം ക്ലിനിക്കൽ പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. കോഫിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ഏറെ പഠനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന 2 റിപ്പോർട്ടുകൾ അനുസരിച്ച് കോഫിയുടെ അമിതോപയോഗം ആയുർദൈർഘ്യം കൂട്ടുമെന്ന നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. മെലനോമ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ടൈപ്പ് 2 ഡയബറ്റിക്സ്, പാർക്കിൻസൺസ്, കരൾ രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അൾസൈമേഴ്സ്, പുറംവേദന തുടങ്ങി ഒരുപാട് അസുഖ സാധ്യതകൾ കുറയ്ക്കാൻ കോഫിക്ക് സാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 10ഓളം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 5.25 ലക്ഷത്തോളം ആളുകളുടെ ജീവിത രീതിയാണ് നിരീക്ഷണ വിധേയമാക്കിയത്. ദിവസേന 2 മുതൽ 4 വരെ കപ്പ് കോഫി കുടിക്കുന്നവരിൽ മരണസാധ്യത 18% കുറയുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ആർത്തവ സമയത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് ഗവേഷകർ. ലൈംഗിക രോഗമായ ഗൊണേറിയയ്ക്കെതിരെ വാക്സിനുമായി ലോകാരോഗ്യ സംഘടന. കോഫിയുടെ അമിതോപയോഗം ആയുർദൈർഘ്യം കൂട്ടുമെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന പഠനങ്ങൾ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.